ഹലോ, എവിടെ എല്ലാവരും? ഇവിടെ ശ്രുതിയാണ് കേട്ടോ. വെള്ളിയാഴ്ച വൈകുന്നേരം നേരത്തെ ജോലിയൊക്കെ തീർത്ത് ഞാൻ ഈ പോകുന്നത് ജിമ്മിലോട്ടാണ്. ഒരു 2 മാസമായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശീലമാണ് ഈ ജിമ്മിൽ പോക്ക്. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും പോകണമെന്നാണ് വിചാരിക്കാറ്. ഈ ആഴ്ച പക്ഷേ എനിക്ക് പോകാനേ പറ്റിയില്ല. ഒരു 4-5 ദിവസമായിട്ട് എനിക്ക് ഭയങ്കര പെടലി വേദനയാണ്. പെടലിയും ഷോൾഡറിൻ്റെ അവിടെ നിന്നിട്ടും നല്ല പെയിനാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് ഇറക്കിയതാണ്. ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യാം, ഇല്ല ആ മൊമെൻറ്റം അങ്ങ് നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ട് ഞാൻ എന്തായാലും ഇറങ്ങിയതാണ്. പാട്ട് കേട്ടുകൊണ്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ആ ഹെഡ്സെറ്റൊക്കെ എടുത്തു. ഞാൻ കുടിക്കാനുള്ള വെള്ളം ചൂസ് ചെയ്യണം. അവിടെ ഇങ്ങനെ ഒരുപാട് ഫ്ലേവറിലുള്ള വെള്ളമുണ്ട്. ഞാൻ ലെമൺ ഫ്ലേവറിലുള്ളൊരു വെള്ളമാണ് എടുത്തത്. സാധാരണ ഞാൻ വീട്ടിൽ നിന്ന് നമ്മുടെ നോർമൽ വാട്ടർ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഞാനത് എടുക്കാൻ മറന്നുപോയി. കുപ്പി പക്ഷേ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വെള്ളം എടുത്തു. ഇത് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കേട്ടോ, യാങ്ക സ്പോർട്സ് വാട്ടർ എന്ന്. 0 കാലറി എന്നൊക്കെയാണ് അവർ പറയുന്നത്. നമുക്ക് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അവിടുന്ന് അങ്ങനെ എടുക്കാം, അത് സ്കാൻ ചെയ്ത്. ഞാൻ ടിഷ്യൂ എടുക്കുകയാണ്. ടിഷ്യൂ എടുക്കുന്നത് മെയിനായിട്ട് എൻ്റെ ഫോൺ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ താഴെ വെക്കേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് പൊതിഞ്ഞ് വയ്ക്കും. പിന്നെ വെള്ളത്തിൻ്റെ ബോട്ടിലാണെങ്കിലും ഞാൻ അതിനകത്ത് ടിഷ്യൂവിനകത്താക്കിയാണ് ഹോൾഡേഴ്സിൽ വെക്കാറുള്ളത്. ആദ്യം കുറച്ച് നേരം സൈക്കിൾ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കൊരു 1 അവറിൻ്റെ ഒരു ടൈം ടേബിൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു റുട്ടീനുണ്ട് കേട്ടോ. ഓരോന്നിലും 10 മിനിറ്റ് ഒരു ഇതിൽ കയറി കഴിയുമ്പോഴേക്കും നമ്മുടെ 1 അവർ ആവും. അതിൽ എനിക്ക് ഒരു പേഴ്സണൽ ട്രെയിനറുണ്ട്. പുള്ളി വരുന്ന ദിവസങ്ങളുണ്ട്, ആഴ്ചയിൽ 1-2 ദിവസം. അപ്പോൾ ആ ദിവസങ്ങളിൽ പുള്ളി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ എൻ്റെ 1 അവർ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ലെഗ് പ്രസ് എന്ന് പറയുന്ന ഇത് ഭയങ്കര വെയിറ്റിലാണ് ഇരിക്കുന്നത്. ഞാൻ ഇത്രയും വെയിറ്റൊന്നും യൂസ് ചെയ്യത്തില്ല. അത് വേറെ ആരോ വന്ന് വെച്ചിട്ട് പോയതാണ്. ഞാനൊരു 25-ൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു 45 വരെയുള്ള വെയിറ്റാണ് എടുക്കുന്നത്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ജിമ്മ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോഴേക്കും അപ്പോൾ ഒരു പുതിയ ബാർബിക്യൂ മേടിച്ചത് ഫിറ്റ് ചെയ്യാനത്. അപ്പൂന് ഭയങ്കര താല്പര്യമാണ് ബാർബിക്യൂ ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലെ ഒരു 4-മത്തെയോ 5-മത്തെയോ ബാർബിക്യൂ സെറ്റായിരിക്കും ഇത്. പല തരത്തിൽ പല ടൈപ്പിൽ ബാർബിക്യൂ ചെയ്യുന്നത് ഒക്കെ ട്രൈ ചെയ്യാനായിട്ട് അപ്പൂന് ഭയങ്കര താല്പര്യമാണ്. നമ്മുടെ സാധാരണ ചോറും കറിയും വയ്ക്കാനൊന്നും ഇഷ്ടമൊന്നുമല്ല. പക്ഷേ ഇതുപോലെ വെളിയിൽ നിന്ന് ഇങ്ങനെയുള്ള കുക്കിങ് ഒക്കെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമാണ്. അപ്പം പുതിയത് വന്നത് അപ്പോൾ അത് പിടിപ്പിക്കുകയാണ്. അച്ഛനും പിള്ളേരും എല്ലാവരും വെളിയിൽ നിൽപ്പുണ്ട്. അവരത് ഫിനിഷ് ചെയ്യട്ടെ. അപ്പോഴത്തേക്കും ഞാൻ പയ്യനെ ഗാർഡനിലെ ചെടിയുടെയൊക്കെ അവസ്ഥ എന്താണെന്നൊന്ന് നോക്കാമെന്ന് വെച്ച് ഇറങ്ങി. വിൻ്റർ ആയിരുന്ന സമയത്ത് ഇവിടെ ഒന്നും ചെടിയേ ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം കരിഞ്ഞ പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് നിങ്ങൾക്ക് കാണാം കണ്ട, പയ്യനെ പൂക്കളൊക്കെ ആയി തുടങ്ങി തളിർത്ത് വരികയാണ്. ഇനി ഒരു മാസത്തോടെ കഴിയുമ്പോഴേക്കും എല്ലാം ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് നല്ല പോലെ നിറഞ്ഞിട്ടുണ്ടാവും ഗാർഡനിൽ. അവർ രണ്ടുപേരും ഭയങ്കര കളിയാണ്. വെളിയിൽ ഇറങ്ങി നിന്ന് എല്ലാവരോടും ചെയ്യുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അവർ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഓരോ സ്ഥലവും പോയി നോക്കുകയാണ് ഒന്ന് വിശദമായിട്ട്, ഓരോ ചെടിയുടെയൊക്കെ വളർച്ച എവിടം വരെ ആയിന്ന്. എന്നേക്കാൾ കൂടുതൽ ഗാർഡനിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അപ്പു കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് മെനക്കെടുന്നതും അപ്പുവാണ്. നമുക്കിവിടെ ഒരു ഗാർഡനറുണ്ട്. ആൾ വന്ന് ചെടിയൊക്കെ കട്ട് ചെയ്ത് തരും. ഒരു 3-4 മാസം കൂടുമ്പോൾ വിളിക്കുന്നതനുസരിച്ച് ആൾ വന്ന് അങ്ങനെയൊക്കെ ചെയ്തു തരും. പക്ഷേ പുതിയ ചെടി വെക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ അപ്പുവിനാണ് ഇഷ്ടം. അപ്പുവാണ് അത് മേടിച്ച് കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ 1-2 എണ്ണം വയലറ്റ് പൂവൊക്കെ ഉള്ളത്, പിന്നെ 1-2 റോസും അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ അപ്പു എടുത്ത് വെച്ചതാണ്. ഈ ഒരു ഏരിയ എനിക്ക് വിട്ട് തന്നിരിക്കുകയാണ്, നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോന്ന് പറഞ്ഞിട്ട്. അതപ്പം ഞാൻ ആ ഗാർഡനറിനെ വിളിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ചത്തേക്ക്. അപ്പം എൻ്റെ ഇഷ്ടത്തിൻ്റെ രീതിയിൽ ആ ഒരു ഏരിയയിൽ പുതിയ ചെടിയൊക്കെ എനിക്ക് വെക്കണം. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും അവർ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്തു. ബാർബിക്യൂൻ്റെ അതിൻ്റെ സ്ക്യൂവേഴ്സ് എന്നാണ് പറയുന്നത്, അതിന് പറയുന്നത്. അതൊക്കെ ഓരോന്ന് വയ്ക്കുക. അത് തന്നെ നിങ്ങൾക്ക് കാണുന്നില്ലേ, അത് നിന്ന് കറങ്ങും. നമ്മൾ മീറ്റൊക്കെ അതിൽ കുത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിൽ നമ്മൾ ചാർക്കോൾ ഇടുന്നതനുസരിച്ച് അതിങ്ങനെ ഇങ്ങനെ നിന്ന് കറങ്ങിക്കോളും. നമ്മൾ മീറ്റൊക്കെ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ചിക്കനും കുറച്ച് മട്ടനുമാണ് മേടിച്ചത്. ഇവിടെ നമുക്ക് നാട്ടിലെ മട്ടന് അല്ല കൂടുതൽ കിട്ടുന്നത്. നമ്മുടെ ഷീപ്പില്ലേ, ലാമ്പ്, അതാണ് ഇവിടെ കൂടുതലും ഗോട്ട് എന്ന് പറഞ്ഞ് നമ്മൾ മട്ടൻ എന്ന് പറഞ്ഞ് മേടിക്കുന്നത് കൂടുതലും അതാണ്. എന്തായാലും അതും ചിക്കനും ഒക്കെ അവിടെ മാരിനേറ്റ് ചെയ്ത് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അതും പോയി എടുത്തുകൊണ്ട് വരാം. പിന്നെ എനിക്കൊന്ന് വിളക്കും കത്തിക്കണം.
ഞാൻ വേഗം പോയി കുളിച്ച് വന്ന് വിളക്കും കത്തിച്ചു. സന്ധ്യ സമയമായിരുന്നു, 6 മണി ആയിരുന്നു. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് ഞാനും പിള്ളേരും കൂടെ ഒക്കെ നിന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ വന്നപ്പോഴേക്കും ദാപ്പു പയ്യന് ഫസ്റ്റ് ട്രിപ്പ് വെച്ച് തുടങ്ങി. ആദ്യം ഒരു 2 എണ്ണം വെക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ വരുന്നു, ഫസ്റ്റ് ടൈം ചെയ്യുമല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഇതെന്നൊക്കെ കാണാൻ വേണ്ടി 2 എണ്ണം വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഒന്നിൽ കുത്തി വെച്ചിരിക്കുന്നത് മട്ടനാണ്, ലാമ്പ്, പിന്നെ മറ്റേതിൽ ചിക്കനാണ്, പിന്നെ കുറച്ച് എരിവില്ലാത്ത സ്പാനിഷ് മുളകാണ്. പിന്നെ നമ്മൾ ബ്രെഡും പൈനാപ്പിളും കൂടി ഉണ്ടായിരുന്നു. പൈനാപ്പിളും നമ്മൾ ഗ്രില്ല് ചെയ്തു കേട്ടോ. ബ്രെഡ് ആക്ച്വലി ക്രൗഡൻ ബ്രെഡ് എന്നാണ് പറയുക. അതിനകത്ത് കുറച്ച് ബട്ടറും ഗാർലിക്കും പെസ്റ്റോ ഒക്കെ കൂടിയുള്ള സ്പ്രെഡ് ഉണ്ട്. പൈനാപ്പിൾ ബാർബിക്യൂ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടോ. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം. പിന്നെ കുറച്ച് സോസേജസ് ഉണ്ടായിരുന്നു, അത് നമ്മൾ അതിൻ്റെ പുറത്ത് തന്നെ അതിനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഗ്രില്ല് ചെയ്തു. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അതിനകത്ത് ആ ഒരു കനലൊക്കെ കുറച്ചുകൂടെ നല്ലോണം കത്തി തുടങ്ങി. 4 സ്ക്യൂവേഴ്സ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 എണ്ണത്തിൽ ചിക്കനും 2 എണ്ണത്തിൽ ലാമ്പുമാണ് ഇരിക്കുന്നത്. നമ്മളെല്ലാവരും കൂടെ അവിടെ ചുറ്റിനും ഇരുന്ന് പയ്യനെ കഴിച്ചു തുടങ്ങി. 1-2 ട്രിപ്പ് ആദ്യം ചെയ്തത് നമ്മൾ ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ വേവൊക്കെ നോക്കി, പരിവൊക്കെ കറക്റ്റാണോ നോക്കി നമ്മൾ കഴിച്ചു തുടങ്ങി അവിടെ ഇരുന്ന്. ഒരു 2-3 മണിക്കൂർ എടുത്താട്ടോ നമ്മളിതെല്ലാം കഴിച്ച് തീർന്നത്. പയ്യനെയാണ് സമയം എടുത്ത് പയ്യെ വേവൊക്കെ നോക്കി ആ ഒരു ട്രിപ്പ് കഴിഞ്ഞ് അടുത്ത ട്രിപ്പ് വെച്ച് അങ്ങനെയൊക്കെ ആട്ടോ നമ്മൾ കഴിക്കാറുള്ളത്. അല്ലാതെ പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങ് പോകാറില്ല. കുറേ നേരം ഇരുന്ന് സംസാരിച്ചൊക്കെയാണ് നമ്മളത് ഫിനിഷ് ചെയ്യാറുള്ളത്. അപ്പോഴേക്കും 8-9 മണിയായി, രാത്രിയായി, ഇരുട്ടായി. നമുക്കിനി ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് വൈൻഡപ്പ് ചെയ്ത് പോയി കിടന്നുറങ്ങാം.